പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിമുതൽ എന്നും എന്നേക്കും തന്നെ. ആമേൻ. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. കർത്താവായ യേശു ക്രിസ്തുവിലെ ഏറ്റവും വാത്സല്യമുള്ള ദൈവമക്കളെ, ഒരിക്കൽ കൂടെ നമ്മുടെ കർത്താവായ യേശു മശിഹായുടെ പരിശുദ്ധമായ പാദപീഠേ വന്ന് അവിടുത്തെ തിരുവായിൽ നിന്ന് പൊഴിഞ്ഞു വീഴുന്ന മാധുര്യമുള്ള ലാവണ്യവാക്കുകൾ ഹൃദയങ്ങളിൽ ഏറ്റുവാങ്ങി ആനന്ദം കൊള്ളുവാൻ അവസരം തന്ന ദൈവത്തിന് സ്തോത്രം കരേറ്റിക്കൊണ്ട് നമുക്ക് കർത്താവിൻ്റെ പാദപീഠത്തിലിരിക്കാം. ആരാണ് ഭാഗ്യവാനെന്ന അതിമധുരമായ ചോദ്യത്തിൻ്റെ പരമ്പരകളായിട്ടുള്ള ഉത്തരങ്ങളിൽ ഒരു ചിന്ത കൂടെ ചേർത്ത് വയ്ക്കുവാൻ ഇന്ന് ദൈവാത്മാവ് നമ്മെ സഹായിക്കട്ടെ. ആരാണ് ഭാഗ്യവാനെന്ന് ചോദിച്ചാൽ മറ്റൊരു മറുപടി വെളിപ്പാട് പുസ്തകം 14-ാം അധ്യായത്തിൻ്റെ 13-ാമത്തെ തിരുവചനത്തിലുണ്ട്. ഞാൻ സ്വർഗത്തിൽ നിന്ന് ഒരു ശബ്ദം കേട്ടു. അത് പറഞ്ഞത്, എഴുതുക, ഇന്നു മുതൽ കർത്താവിൽ മരിക്കുന്ന മൃതന്മാർ ഭാഗ്യവാന്മാർ. അതേ, അവർ തങ്ങളുടെ പ്രയത്നങ്ങളിൽ നിന്ന് വിശ്രമിക്കേണ്ടതാകുന്നു. അവരുടെ പ്രവൃത്തി അവരെ പിന്തുടരുന്നു എന്ന് ആത്മാവ് പറയുന്നു. വ്യക്തമായി ഇവിടെ പറയുന്നു, കർത്താവിൽ മരിക്കുന്നവർ ഭാഗ്യവാന്മാർ എന്ന്. ഇത് സ്വർഗത്തിൽ നിന്ന് കേട്ട ശബ്ദമാണെന്ന് യോഹന്നാൻ അപ്പോസ്തലൻ വ്യക്തമായി എഴുതിയിട്ടുണ്ട്. സ്വർഗത്തിൽ നിന്നാണ് ഈ ശബ്ദം കേട്ടത്. അപ്പോൾ ദൈവം പറഞ്ഞ വാക്കാണ്, കർത്താവിൽ മരിക്കുന്ന മൃതന്മാർ ഭാഗ്യവാന്മാർ. ലോകത്ത് ജനിച്ച മനുഷ്യരെല്ലാവരും മരിക്കും നിശ്ചയം. ആരെപ്പോഴെവിടെ വെച്ച് ഏതു വിധത്തിലെന്ന് മാത്രം ആർക്കും അറിയില്ല. എല്ലാവരും മരിക്കും. എന്നാൽ പ്രിയപ്പെട്ടവരെ, എല്ലാവരും മരിക്കുമെന്ന സത്യം നിൽക്കുമ്പോൾ ഈ വാക്ക് ഓർക്കുക, കർത്താവിൽ മരിക്കുന്നവരാണ് ഭാഗ്യവാന്മാർ. അല്ലാതെ മരിക്കുന്നവർ ഭാഗ്യവാന്മാരാണെന്ന് പറഞ്ഞിട്ടില്ല. ഈ ഭൂമിയിൽ നൽകപ്പെട്ട ആയുസ്സിൽ കർത്താവായ യേശു ക്രിസ്തുവിൽ അവൻ ഒരുക്കിയ രക്ഷ ബോധ്യപ്പെട്ട് വിശ്വസിക്കുകയും പാപിയെ പാപത്തിൽ നിന്ന് പരിത്രാണം ചെയ്യുവാൻ ലോകത്ത് വേറെ ആരും യാഗമായി തീർന്നിട്ടില്ല എന്നും ദാനധർമ്മങ്ങളാലോ പുണ്യകർമ്മങ്ങളാലോ തീർത്ഥാടനങ്ങളാലോ പാപമോചനം സാധിക്കുന്നില്ല എന്നും പാപത്തിൻ്റെ ശമ്പളം മരണമാകയാൽ പാപിക്ക് കിട്ടേണ്ട മിനിമം ശിക്ഷ മരണമാണ് എന്നും പാപി മരിക്കുവാൻ അർഹനായിരിക്കെ പാപി മരിക്കാതിരിക്കേണ്ടതിന് പാപിയുടെ പാപമേറ്റെടുത്ത് പാപിക്ക് പകരമായി മരിച്ചു പാപിയുടെ മേൽ വരേണ്ട പാപത്തെ സ്വയം ഏറ്റെടുത്ത് നീക്കിക്കളഞ്ഞ യേശു ലോകം മുഴുവനുമുള്ള സകല മനുഷ്യരുടെയും പ്രത്യാശാ വിഷയമാണെന്നും ആ യേശു ക്രിസ്തു മുഖാന്തിരം എനിക്ക് പാപമോചനവും വീണ്ടെടുപ്പും സാധ്യമായിരിക്കുന്നുവെന്നും ഈ യേശു ക്രിസ്തു മാത്രമാണ് എനിക്ക് ആത്മരക്ഷ നൽകുന്ന ഏക രക്ഷകനെന്നും ഹൃദയത്തിൽ അംഗീകരിക്കുകയും വിശ്വസിക്കുകയും ചെയ്തിട്ട് യേശുക്രിസ്തുവിനെ രക്ഷിതാവായി അംഗീകരിച്ച് യേശുക്രിസ്തുവിന് ജീവിതം സമർപ്പിച്ച് യേശുക്രിസ്തുവിൽ ജീവിച്ച് യേശുക്രിസ്തുവിൽ ജീവിതം പൂർത്തിയാക്കുന്ന ആ വ്യക്തിയെക്കുറിച്ചാണ് പറഞ്ഞത്, കർത്താവിൽ മരിക്കുന്നവർ. സഭകളുടെ ആരംഭം മുതൽ ഇന്നുവരെ, യേശുക്രിസ്തു മുതൽ ഇന്നുവരെ ഇങ്ങനെ ധാരാളം ആളുകൾ ലോകത്തെമ്പാടും കർത്താവായ യേശു ക്രിസ്തുവിൽ ജനിച്ച് ജീവിക്കുന്നു. ഒരു വ്യക്തി വിശുദ്ധ മാമോദീസായിലൂടെ കഴുകപ്പെട്ട് ലോകത്തിൻ്റെ കറകളങ്കങ്ങളിൽ നിന്ന് വേർപെട്ട് ക്രിസ്തുവിൽ ചേർക്കപ്പെടുന്നു. അങ്ങനെ ചേർക്കപ്പെടുന്ന വ്യക്തി അന്നു മുതൽ ക്രിസ്തുവിൽ വളരുകയാണ്. ആ വളർച്ച ആ വ്യക്തിയുടെ ജീവിതത്തിൽ പൂർണ്ണതപ്പെട്ടിട്ട് പ്രിയം വെച്ചവൻ്റെ അരികിലേക്കുള്ള പ്രയാണത്തിൻ്റെ ഒരു ഘട്ടം കടക്കുന്നതാണ് മരണം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഈ ഭൂമിയിൽ നാം എങ്ങനെ ജീവിക്കുന്നു എന്നുള്ളത് ഇവിടെ വളരെ പ്രസക്തമാണ്. മാമോദീസ സ്വീകരിച്ചവരായ ധാരാളം ആളുകൾ ക്രിസ്തുവുമായി ബന്ധമില്ലാതെ ജീവിക്കുന്നു. കാര്യം, അവർ മാമോദീസ ഏറ്റവരാണ്. പക്ഷേ ഇപ്പോൾ ആ വീണ്ടും ജനനത്തിൻ്റെ അനുഭവം ജീവിതത്തിൽ സൂക്ഷിക്കുന്നില്ല. ഒരിക്കൽ ഞാൻ വീണ്ടും ജനനം പ്രാപിച്ചു എന്നുള്ളത് കൊണ്ട് ഞാൻ ഇപ്പോൾ അതിൻ്റെ അനുഭവത്തിലാണെന്ന് ഉറപ്പിക്കാൻ കഴിയില്ല. ഞാനിപ്പോഴതിൻ്റെ അനുഭവത്തിൽ ഇരിക്കുന്നുവെങ്കിൽ അതെനിക്ക് ഭാഗ്യമാണ്.
എപ്പോഴാണ് മരണം വരുന്നതെന്ന് നമുക്കറിയില്ല. എപ്പോൾ വേണമെങ്കിലും വരാം. ക്ഷണിക്കപ്പെടാത്ത അതിഥിയായി, ഔചിത്യമില്ലാത്ത കോമാളിയായി ആരുടെ ജീവിതത്തിലും ഏത് നിമിഷത്തിലും കടന്നു കയറാവുന്ന ഒരു കക്ഷിയാണ് മരണം. അപ്പോൾ വരുന്ന നിമിഷത്തെക്കുറിച്ച്, നാഴികയെക്കുറിച്ച് നമുക്കറിയില്ല. അത് രോഗമായി വരാം, അപകടമായി വരാം, ശ്വാസം മുട്ടലായി വരാം, നിമിഷ നേരം കൊണ്ട് സംഭവിക്കുന്ന ഒരു കാർഡിയാക് അറസ്റ്റായിട്ട് വരാം. എങ്ങനെയെന്നറിയില്ല. പനിയായിട്ട് വരാം, ക്യാൻസറായിട്ട് വരാം, മറ്റേതെങ്കിലും പകർച്ചവ്യാധിയായിട്ട് വരാം, ജലപ്രളയമായിട്ട് വരാം, പ്രകൃതി ദുരന്തങ്ങളായിട്ട് വരാം. നമുക്കറിയില്ല. പക്ഷേ ഏത് നിമിഷമാണ് മരണം വരുന്നതെങ്കിലും അപ്പോൾ ഞാൻ കർത്താവിലാണ് ജീവിക്കുന്നത് എന്ന് ഉറപ്പായിരിക്കണം. കർത്താവിൽ ജീവിക്കുന്ന ഒരാളെ സംബന്ധിച്ച് എപ്പോൾ ഏത് വിധത്തിൽ മരണം വന്നാലും കൂസലുണ്ടാകയില്ല. കാരണം ഭാഗ്യവാനായി ആ വ്യക്തി ചേർക്കപ്പെടുകയാണ്. കർത്താവിനോടൊപ്പം ആ വ്യക്തിക്ക് ഒരു വാസം കിട്ടുകയാണ്. പ്രിയപ്പെട്ടവരെ, അപ്പോൾ നാം തിരിച്ചറിയേണ്ട ഒരു കാര്യം, കർത്താവിൽ ജനിച്ചവർ കർത്താവിൽ ജീവിച്ചാൽ മാത്രമേ കർത്താവിൽ മരിക്കാൻ പറ്റുകയുള്ളൂ. ഇവിടെയാണ് നാം നമ്മുടെയൊക്കെ വർത്തമാനകാല ജീവിതത്തെക്കുറിച്ചൊന്ന് പരിശോധന കഴിക്കേണ്ടത്. നാം കർത്താവിലാണോ ജീവിക്കുന്നത്? പേരുകൊണ്ട് കർത്താവിലാണ്, പ്രവൃത്തി കൊണ്ട് കർത്താവിലാണോ, നടപടി കൊണ്ട് കർത്താവിലാണോ? നമ്മുടെ ദൈനംദിന ജീവിതത്തിൻ്റെ എല്ലാ സാധ്യതകളും കർത്താവുമായിട്ടുള്ള ബന്ധത്തിലാണോ? പ്രഭാതത്തിൽ ദൈവവചനം ധ്യാനിച്ചും ദൈവസന്നിധിയിൽ ജാഗരിച്ചും കർത്താവുമായിട്ടുള്ള ബന്ധത്തിൽ അന്നത്തെ ദിവസം ചിട്ടപ്പെടുത്തുന്നുണ്ടോ? സംസാരിക്കുന്ന വാക്കുകൾ കർത്താവുമായിട്ടുള്ള ബന്ധത്തിലാണോ? കണ്ണുകൾ കാണുന്ന കാഴ്ചകൾ കർത്താവുമായിട്ടുള്ള ബന്ധത്തിലുള്ളവയാണോ? അതിൽ നിന്ന് അകറ്റുന്നുണ്ടോ? നാവ് സംസാരിക്കുന്നത് കർത്താവിൻ്റെ ഹിതാനുസരണമുള്ള വാക്കുകളാണോ? കൈകൾ പ്രവർത്തിക്കുന്നത്, കൊടുക്കുന്നത്, വാങ്ങുന്നത് കർത്തൃകൽപ്പനയനുസരിച്ചുള്ള കാര്യങ്ങളാണോ? അത് കർത്താവിൽ ജീവിക്കുന്നതിൻ്റെ ഭാഗമായി അടയാളപ്പെടുത്താൻ കഴിയുമോ? കാല് നടക്കുന്നത് കർത്താവിന് ഹിതകരമായ വിധമാണോ? കർത്താവിനോട് കൂടെയാണോ നടക്കുന്നത്? നടക്കുന്നിടത്ത് കർത്താവിൻ്റെ സാന്നിധ്യമുണ്ടോ? അങ്ങനെ സർവാംഗവും കർത്താവിലാണോ ഞാനിപ്പോൾ ജീവിക്കുന്നതെന്ന് പരിശോധിക്കണം. ഒരുപക്ഷെ ആളുകൾ ചോദിക്കും, അങ്ങനെയൊക്കെ ചിന്തിച്ചാൽ പിന്നെ ജീവിക്കാൻ ഒക്കുമോ എന്ന്. ജീവിക്കാൻ ഒക്കും, കർത്താവിനോട് കൂടെയായിരിക്കുമെന്ന് മാത്രം. കർത്താവിനോട് കൂടെ ജീവിക്കുക എന്ന് പറയുന്നത് പ്രയാസകരമാണെന്ന് ആളുകൾ പറഞ്ഞാൽ, കർത്താവിനോട് കൂടെ ജീവിക്കുന്നത് ഇഷ്ടമല്ലാത്തത് കൊണ്ടും കർത്താവ് കണ്ടുകൂടാത്തതും കർത്താവ് അറിഞ്ഞുകൂടാത്തതുമായ കുറേ സ്വാർത്ഥ ചിന്തകളും മോഹങ്ങളും തനിക്കുള്ളത് കൊണ്ട് അത് ആസ്വദിക്കാൻ പറ്റാത്തതിൽ നിന്ന് ഉടലെടുക്കുന്ന മനസംഘർഷമാണ് ഈ അഭിപ്രായ പ്രകടനത്തിൻ്റെ പിന്നിലെന്നും പറഞ്ഞു വയ്ക്കേണ്ടതായിട്ട് വരും. അത് സ്വാഭാവികമല്ലേ പ്രിയപ്പെട്ടവരെ? അപ്പനോട് കൂടെ നടക്കുന്ന മക്കൾക്ക് അപ്പൻ കൂടെയുണ്ട് എന്ന ഒറ്റ കാരണം കൊണ്ട് സംസാരം സൂക്ഷിക്കണം, നടപ്പ് സൂക്ഷിക്കണം, പെരുമാറ്റം സൂക്ഷിക്കണം, എല്ലാം സൂക്ഷിക്കണം. കാരണം അപ്പൻ കൂടെയുണ്ട്. വഴിതെറ്റിയാൽ അപ്പൻ സമ്മതിക്കില്ല, അതിര് കടന്നാൽ അപ്പൻ അനുവദിക്കില്ല. സ്വാഭാവികമാണത്. സ്വർഗത്തിലെ അപ്പനോട് കൂടെയാണ് എൻ്റെ സഞ്ചാരമെങ്കിൽ എൻ്റെ ജീവിതത്തിൽ മുഴു സമയവും ഞാൻ എന്നെ തന്നെ സൂക്ഷിക്കും, സൂക്ഷിക്കാതിരിക്കില്ല. കാരണം എൻ്റെ ജീവിതം മുഴു സമയവും കർത്താവ് കാണുന്നുണ്ട് എന്നൊരു ബോധം എനിക്കുള്ളതിനാൽ. കർത്താവിനെ പലപ്പോഴും ആളുകൾ ഒഴിവാക്കുന്നത് എന്തുകൊണ്ടാണ്? കർത്താവിനോട് കൂടെ നടക്കാത്തത് എന്തുകൊണ്ടാണെന്ന് ഇവിടെ പറഞ്ഞല്ലോ. സ്വകാര്യ അജണ്ടകൾ പലതും ഉള്ളതുകൊണ്ട്, അത് പലതും കർത്താവിനോടൊപ്പം ആയിരുന്നാൽ സാധ്യമാകില്ല എന്നുള്ളത് കൊണ്ട് കർത്താവിൽ നിന്ന് അകലമിടുകയാണ്. അങ്ങനെ അകലമിട്ടിരിക്കുന്ന ഒരു കാലത്താണ് മരണം സംഭവിക്കുന്നതെങ്കിൽ അവൻ ഭാഗ്യവാനായിരിക്കില്ല, തികച്ചും നിർഭാഗ്യവാനായിരിക്കും, നിർഭാഗ്യവതിയായിരിക്കും അവളെന്നതാണ് ഇവിടെ മനസ്സിലാക്കേണ്ടത്. നമ്മുടെ അവസ്ഥ എന്താണെന്ന് സ്വയം ഒന്ന് പരിശോധിച്ച്, സ്വന്തം ജീവിതത്തിൽ തെറ്റൊന്നുമില്ലെന്ന് സ്വയം പറയാൻ നമുക്കൊക്കെ വലിയ കഴിവാണ്. മറ്റുള്ളവരുടെ ജീവിതത്തിൽ തെറ്റ് മാത്രമേ ഉള്ളൂ എന്ന് പറയാനും നമുക്ക് വലിയ കഴിവാണ്. എന്നാൽ സ്വന്തം ജീവിതത്തിൻ്റെ യഥാർത്ഥ ചിത്രം എന്താണ് പ്രിയപ്പെട്ടവരെ? നാം കർത്താവിനോട് കൂടെ ജീവിക്കുന്നവരാണോ? കർത്താവിനോട് കൂടെ നടക്കുന്നവരാണോ? അല്ലെങ്കിൽ നമുക്ക് നഷ്ടം വരും. കർത്താവിനോട് കൂടെ നടക്കുക, അതാണ് ഭാഗ്യം. അങ്ങനെ വന്നാൽ കർത്താവിൽ മരിക്കാൻ നമുക്ക് ഭാഗ്യമുണ്ടാകും.
കർത്താവിൽ ജീവിക്കുന്നവർ കർത്താവിൽ മരിക്കുന്നു, കർത്താവിനോട് ചേരുന്നു. അത് മഹാഭാഗ്യത്തിലേക്ക് അവർ പ്രവേശിക്കുന്നതിന് അവസരമാകുന്നു. അതാണ് ഭക്തൻ്റെ ഭാഗ്യവാൻ്റെ മരണം. അത് വലിയ അനുഗ്രഹമാണ് പ്രിയപ്പെട്ടവരെ. ചില ആളുകളുണ്ട് അവർക്ക് മരണത്തെക്കുറിച്ച് യാതൊരു ഭയവുമില്ല. അവരെപ്പോഴും മരണത്തെ പ്രതീക്ഷിച്ചിരിക്കുകയാണ്. അവർ ആനന്ദത്തോടെ അതിനെ എതിരേൽക്കാനിരിക്കുകയാണ്. കാരണം അത് പ്രമോഷനോടുകൂടിയ ഒരു സ്ഥലം മാറ്റമാണെന്നാണ് അവർ ബോധ്യപ്പെട്ടിരിക്കുന്നത്. അത് സത്യവുമാണ്. എന്നാൽ മറ്റു ചില ആളുകൾക്ക് മരണത്തെ ഭയങ്കര ഭയമാണ്. ഈ മരണത്തെ ഭയപ്പെടുന്ന ആളുകൾ ആരാണെന്നറിയാമോ? ദൈവത്തിൽ നിന്ന് അകലമിട്ട് ജീവിക്കുന്നവരാണ്. മരണാനന്തരമൊരു ജീവിതമുണ്ടോ ഇല്ലയോ എന്ന് സംശയിക്കുന്നവരാണ്. തന്നിഷ്ടപ്രകാരം തൻ്റെ സ്വകാര്യ അജണ്ടകൾക്ക് പ്രാധാന്യം കൊടുത്ത് ജീവിക്കുന്നവരാണ്. അങ്ങനെയുള്ളവരാണ് മരണത്തെ ഭയപ്പെടുന്നവർ. പ്രിയപ്പെട്ടവരെ, ക്രിസ്തുവിൽ മരിക്കാൻ നമ്മൾ ഒരുങ്ങണം. അതാണ് ഭാഗ്യം. അങ്ങനെ ക്രിസ്തുവിൽ മരിക്കുന്ന മൃതന്മാർ ഭാഗ്യവാന്മാരെന്ന് പറഞ്ഞു വയ്ക്കുമ്പോൾ തന്നെ ശേഷം പറയുന്നുണ്ട് രണ്ട് കാര്യങ്ങൾ. അവർ അവരുടെ പ്രയത്നങ്ങളിൽ നിന്ന് വിശ്രമിക്കേണ്ടതാകുന്നു. പ്രയത്നങ്ങളിൽ നിന്ന് വിശ്രമിക്കുക എന്ന് പറഞ്ഞാൽ ഈ ഭൂമിയിൽ അവർ ചെയ്തിരുന്ന ജോലികളൊന്നും ഇനി അവർ അവിടെ തുടരേണ്ടതില്ല. അതിനനുവദിക്കപ്പെട്ട കാലം, അവരുടെ ശുശ്രൂഷാകാലം പൂർത്തിയായി. ഈ ഭൂമിയിൽ അവർ കർത്താവിന് വേണ്ടി പല വേലകളും ചെയ്തിട്ടുണ്ട്. അതൊന്നും ഇനി അവർ തുടരേണ്ടതില്ല. ഇനി അവർക്ക് ആരാധന മാത്രമാണ് ജീവിതത്തിൽ ബാക്കിയുള്ളത്. കർത്തൃസന്നിധിയിൽ വിശുദ്ധന്മാരോടും മാലാഖമാരോടും കൂടെ ദൈവത്തെ ആരാധിക്കുക. ആരാധന ഒരിക്കലും ഒരു പ്രയത്നമല്ല, ജോലിയല്ല. ആരാധന ദൈവസന്നിധിയിലുള്ള കൃതജ്ഞതാ പ്രകടനമാണ്. ആത്മീയമായി ഒരുപാട് ശുശ്രൂഷകൾ ചെയ്യുന്നുണ്ട് ആളുകൾ. മൈലുകൾ സഞ്ചരിക്കുന്നു, കർത്തൃവേല ചെയ്യുന്നു, വിയർപ്പൊഴുക്കുന്നു, പലപ്പോഴും സുവിശേഷ വേലയുടെ മുഖത്ത് പീഡനമേൽക്കേണ്ടി വരുന്നു, ആത്മാക്കളെ തേടി അലയേണ്ടി വരുന്നു, വെയിൽ കൊള്ളേണ്ടി വരുന്നു, മഴ കൊള്ളേണ്ടി വരുന്നു, പട്ടിണി കിടക്കേണ്ടി വരുന്നു. അതുപോലെ വിശുദ്ധി സൂക്ഷിക്കാൻ വേണ്ടി ലോകത്ത് ജഡത്തോട് പോരാടേണ്ടി വരുന്നു. ലോകത്തിൻ്റെ പല ഇമ്പങ്ങളോടും പോരാടേണ്ടി വരുന്നു. ആയിരിക്കുന്നിടത്ത് ഒരുപാട് യുദ്ധസമാനമായ സാഹചര്യത്തിലൂടെയാണ് ഓരോ ദൈവ പൈതലും തൻ്റെ വിശുദ്ധി സൂക്ഷിക്കുന്നത് നിശ്ചയം. എന്നാൽ ഇനി ഈ വക പോരാട്ടങ്ങളൊന്നും അവരുടെ ജീവിതത്തിലില്ല. ഫിനിഷിംഗ് പോയിൻ്റ് കടന്ന ഒരു ഓട്ടക്കാരനെ പോലെ ഇനി ആഹ്ലാദിക്കാം, ആരാധിക്കാം, വിശ്രമിക്കാം. ചിലരെങ്കിലും അതിനെ അങ്ങനെയല്ല മനസ്സിലാക്കുന്നത്. ഇനി അവിടെ ചെന്നാൽ മുഴുവൻ സമയവും ഉറക്കമാണ്, ഗാഠനിദ്രയാണ്, ഒന്നും അറിയുന്നില്ല എന്ന് വ്യാഖ്യാനിക്കുന്നു. അങ്ങനെ ആഴമായി വചനം പഠിപ്പിക്കുന്നില്ല. ദൈവമക്കളെ വിശ്രമിക്കണമെന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം ഉറങ്ങണമെന്നാണെന്ന് വ്യാഖ്യാനിക്കുന്ന ഒരു യുക്തി ഉണ്ടെന്ന് തോന്നുന്നില്ല. വിശ്രമമെന്ന് പറയുന്നത് ജോലി ചെയ്യാതിരിക്കുന്ന അവസ്ഥയാണ്, ആരാധിക്കാതിരിക്കുന്ന അവസ്ഥയല്ല. ആരാധനയുണ്ട് കർത്തൃസന്നിധിയിൽ ചേർന്നവർക്ക്. അത് വ്യക്തമായി വചനം പഠിപ്പിക്കുന്നുണ്ട്. തന്നോടുകൂടെ കുരിശിൽ തൂക്കപ്പെട്ട കള്ളന്മാരിൽ ഒരുത്തൻ കർത്താവിനോട് പ്രാർത്ഥിച്ചു, കർത്താവേ, നീ രാജത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെയും കൂടെ ഓർക്കണമേ. കർത്താവ് എന്ന കള്ളന് മനോഹരമായൊരു വരം കൊടുത്തു. ഇന്ന് നീ എന്നോടുകൂടെ പറുദീസായിൽ ഇരിക്കും. പറുദീസയിലേക്ക് കർത്താവ് അവനെ പ്രവേശിപ്പിച്ചു. കർത്താവിനോട് കൂടെ അവനെ ഇരുത്തി. അതിനുശേഷം കർത്താവിൽ മരിച്ച മൃതന്മാരൊക്കെ ഭാഗ്യമുള്ളവരാണ്. അവരെല്ലാവരും പറുദീസയിലാണ് ചേർക്കപ്പെട്ടിരിക്കുന്നത്. ആ ഗണത്തിലേക്കാണ് നമുക്കും പ്രമോഷൻ കിട്ടാനിരിക്കുന്നത്. കർത്താവിൽ ജനിച്ച്, കർത്താവിൽ ജീവിച്ച്, കർത്താവിൽ മരിക്കുന്ന എല്ലാ ഭാഗ്യവാന്മാരും കർത്താവിനോട് കൂടെ പറുദീസയിലിരിക്കും. പറുദീസയിലിരിക്കുന്നവർ ഇപ്പോൾ എന്തു ചെയ്യുന്നു, അവിടെ എന്താണ് സംഭവിക്കുന്നത് എന്നറിഞ്ഞാലേ പറുദീസയിലെ ജനം ആരാധിക്കുകയാണോ ഉറങ്ങുകയാണോ എന്ന് നമുക്ക് ബോധ്യപ്പെടുകയുള്ളൂ. പറുദീസ കണ്ട ആരോടെങ്കിലും ചോദിച്ചാലേ പറുദീസയിലെ രംഗം എന്താണെന്ന് പറയുകയുള്ളൂ. പറുദീസ പോയി കണ്ട ഒരു മനുഷ്യനുണ്ട്. അദ്ദേഹം തന്നെ അത് രേഖപ്പെടുത്തിയിട്ടുമുണ്ട്. തനിക്കുണ്ടായ ദർശനങ്ങളെക്കുറിച്ചും വെളിപ്പാടുകളെക്കുറിച്ചും അപ്പോസ്തലനായ പൗലോസ് എഴുതുന്നുണ്ട്. കൊരിന്ത്യർക്കുള്ള 2-ാം ലേഖനം 12-ാം അധ്യായത്തിൽ. ആ അധ്യായത്തിൻ്റെ 2 മുതലുള്ള വാക്യങ്ങളിൽ അദ്ദേഹം വ്യക്തമായി പറയുന്നുണ്ട്, ക്രിസ്തുവിലുള്ളൊരു മനുഷ്യനെ ഞാൻ അറിയുന്നു.
അവൻ 14 സംവത്സരങ്ങൾക്ക് മുമ്പ് 3-ാം സ്വർഗം വരെ എടുക്കപ്പെട്ടു. ശരീരത്തോടു കൂടിയാണോ എടുക്കപ്പെട്ടത് എന്ന് ഞാൻ അറിയുന്നില്ല. ശരീരം കൂടാതെയാണോ എടുക്കപ്പെട്ടത് എന്നും ഞാൻ അറിയുന്നില്ല. ദൈവം അറിയുന്നു. വീണ്ടും അപ്പോസ്തലൻ പറഞ്ഞു, അവൻ പറുദീസ വരെ എടുക്കപ്പെട്ടു. 3-ാം സ്വർഗമെന്ന് ആദ്യം പറഞ്ഞിട്ട് രണ്ടാമത് ആവർത്തിച്ച് പറഞ്ഞപ്പോൾ അവൻ പറുദീസ വരെ എടുക്കപ്പെട്ടു എന്നാണ് പറഞ്ഞത്. പറുദീസയിൽ എടുക്കപ്പെട്ട ആളുകൾ മുൻപുണ്ടല്ലോ. ഈ പറുദീസ വരെ എടുക്കപ്പെട്ട അപ്പോസ്തലൻ അവിടെ ചെന്നപ്പോൾ എന്ത് കണ്ടെന്നാണ്? നിങ്ങൾ ശ്രദ്ധിച്ച് വായിച്ചാൽ അവിടെ എഴുതിയിട്ടുണ്ട്, മനുഷ്യൻ്റെ നാവുകൊണ്ട് ഉച്ചരിപ്പാൻ പാടില്ലാത്തതും പറഞ്ഞുകൂടാത്തതുമായ വാക്കുകളെ അവൻ അവിടെ കേട്ടു എന്ന് ഞാൻ അറിയുന്നു. അവനെക്കുറിച്ച് ഞാൻ പ്രശംസിക്കും, എന്നെക്കുറിച്ചോ എൻ്റെ ബലഹീനതയല്ലാതെ ഞാൻ പ്രശംസിക്കുകയില്ല എന്നാണ് അപ്പോസ്തലൻ എഴുതുന്നത്. തനിക്ക് നേരിട്ടുണ്ടായ ഒരു അനുഭവമാണ് ഈ അക്ഷരങ്ങളിൽ വരച്ചു വെച്ചത് എന്ന് വേദപണ്ഡിതന്മാർ ഐക്യകണ്ഠേന പറഞ്ഞു വയ്ക്കുന്നു. അപ്പോൾ അപ്പോസ്തലനായ പൗലോസ് ഒരിക്കൽ ഏതോ ഒരു പ്രാർത്ഥനാ വേളയിൽ അതീന്ദ്രിയ ധ്യാനാനുഭവത്തെങ്കിൽ ഇരിക്കുമ്പോൾ ആത്മവിവശതയിൽ പറന്നു പൊങ്ങി പറുദീസ വരെ പോയി. പറുദീസയിലെ രംഗം നേരിൽ കണ്ടു. മനുഷ്യൻ്റെ നാവ് കൊണ്ട് ഉച്ചരിപ്പാൻ പാടില്ലാത്തതും പറഞ്ഞുകൂടാത്തതുമായ വാക്കുകളെ അവൻ അവിടെ കേട്ടു എന്ന് അപ്പോസ്തലൻ എഴുതുമ്പോൾ അവിടെ വാക്കുകളുണ്ട്, അവിടെ സംസാരമുണ്ട്, എങ്കിൽ അവിടെ ഭാഷയുമുണ്ട്. അത് ജഡത്തിൽ വസിക്കുന്ന മനുഷ്യൻ്റെ നാവിന് വഴങ്ങാത്ത ഭാഷയാണ്. കൂടെ ആരാധിപ്പാൻ അപ്പോസ്തലൻ ശ്രമിച്ചു നോക്കിയെങ്കിലും ആ ഭാഷ അപ്പോസ്തലൻ്റെ നാവിന് വഴങ്ങിയില്ല എന്നുള്ളത് കൊണ്ടാണല്ലോ അങ്ങനെ എഴുതിയത്. മനുഷ്യന് ഉച്ചരിപ്പാൻ പാടില്ലാത്തതും പറഞ്ഞുകൂടാത്തതുമായ വാക്കുകൾ അവിടെ കേട്ടു എന്ന്. എന്തായിരിക്കും ആ കേട്ട ശബ്ദം? പറുദീസ നിവാസികൾ ദൈവത്തെ ആരാധിക്കുന്ന ശബ്ദമല്ലാതെ മറ്റെന്തായിരിക്കും? ദൈവത്തോടുകൂടെ പറുദീസയിലിരിക്കുന്ന വിശുദ്ധന്മാരായ ഭാഗ്യവാന്മാർ അവിടെ ഉറങ്ങുകയല്ല, ദൈവത്തെ ആരാധിക്കുകയാണ് എന്നറിയാൻ ഇതിൽ പരം തെളിവെന്തിനാണ്? അവരവിടെ പ്രയത്നിക്കുന്നൊന്നുമില്ല, അവർ ആരാധിക്കുന്നേ ഉള്ളൂ. ആരാധന ഒരു പ്രയത്നമായിട്ട് എണ്ണരുതേ. ആരാധന ഊണിലും ഉറക്കത്തിലും രാവിലും പകലിലും സദാസമയവും ഒരാളിൽ നിറഞ്ഞു നിൽക്കണം. ദൈവബന്ധം പിരിയാതിരിക്കാൻ. ദൈവബന്ധത്തിലാണ് ഇരിക്കുന്നതെങ്കിൽ അവർ ജീവനുള്ളവരാണ്. കാരണം ദൈവം ജീവനാണ്. ദൈവബന്ധത്തിലിരിക്കുന്നവർക്ക് ആരാധിക്കാതിരിക്കാൻ കഴിയില്ല. ദൈവബന്ധം പിരിയുമ്പോഴാണ് ഒരാൾ ആരാധന നിലച്ചയാളായി പോകുന്നത്. പ്രിയപ്പെട്ടവരെ, അപ്പോൾ അപ്പോസ്തലൻ പറഞ്ഞു വച്ചതിൻ്റെ പൊരുൾ മനസ്സിലാക്കുക. അവർ വിശ്രമിക്കുന്നു, പക്ഷേ ആരാധനയാണ് അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ആരാധക വൃന്ദത്തിലേക്കാണ് നാം ചേർക്കപ്പെടുന്നത്. അതൊരു മഹാഭാഗ്യം തന്നെ എന്ന് തിരിച്ചറിയുക. ഒരു വാക്കുകൂടെ അതിൻ്റെ ശേഷം അപ്പോസ്തലൻ പറഞ്ഞിട്ടുണ്ട്, അവരുടെ പ്രവർത്തികൾ അവരെ പിന്തുടരുന്നു എന്ന് ആത്മാവ് പറയുന്നു. അത് അപ്പോസ്തലൻ കൊരിന്ത്യർക്കുള്ള 2-ാം ലേഖനം 5-ാം അധ്യായത്തിൽ എഴുതിയിട്ടുണ്ടല്ലോ. ഒരുത്തൻ ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്തത് നല്ലതാകിലും തീയതാകിലും അവനവൻ്റെ പ്രവർത്തിക്ക് തക്ക പ്രതിഫലം പ്രാപിപ്പാൻ എല്ലാവരും ക്രിസ്തുവിൻ്റെ ന്യായാസനത്തിന് മുമ്പാകെ നിൽക്കേണ്ടതാകുന്നു എന്ന് പ്രവർത്തികൾ ഓരോരുത്തരെയും പിന്തുടരും. അതിന് തർക്കമൊന്നുമില്ല. പ്രിയപ്പെട്ടവരെ, നാം എപ്പോഴും ഓർമ്മയിൽ സൂക്ഷിക്കേണ്ട ഒരു കാര്യമാണത്. ജഡത്തിൽ വസിക്കുന്ന കാലത്ത് ചെയ്യുന്ന ചെയ്തികളൊക്കെ നല്ലതാണെങ്കിൽ അത്, തീയതാണെങ്കിൽ അത് യാത്രയിൽ നമ്മെ പിന്തുടരുമെന്നോർക്കുക. അതിനപ്പുറമാണ് നമ്മൾ അതിന് കണക്ക് ബോധിപ്പിക്കേണ്ടതും പ്രതിഫലം വാങ്ങേണ്ടതും. ഇവിടെ ചെയ്യുന്നത് ഇവിടം കൊണ്ട് തീരുന്നില്ല, അത് നമ്മളെ പിന്തുടരും. വചനമാണ് പറഞ്ഞത്, അവരുടെ പ്രവർത്തികൾ അവരെ പിന്തുടരുമെന്ന്. അതുകൊണ്ട് എപ്പോഴും നമ്മുടെ പ്രവർത്തികളെക്കുറിച്ച് നാം കരുതലുള്ളവരായിരിക്കണം. ദോഷം പ്രവർത്തിക്കുന്നവരെ ദോഷം പിന്തുടരും, നന്മ പ്രവർത്തിക്കുന്നവരെ നന്മ പിന്തുടരും. തർക്കമില്ല. ഇങ്ങനെ ഒരു ശ്ലോകം നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അർത്ഥാഗൃഹേ നിവർത്തന്തേ ശ്മശാനേ പുത്രബാന്ധവ സുഹൃതം ദുഷ്കൃതം ചൈവ ഗച്ഛന്തമനുഗച്ഛതി എന്ന്. അത് ഭാരത സംസ്കാരത്തിൽ മുനിവര്യന്മാർ പാടിവെച്ചിട്ടുള്ളതാണ്. അർത്ഥം, ധനം കൊണ്ടുള്ള ഉപയോഗം വീട്ടിൽ വെച്ച് അവസാനിക്കും. വീട് വിട്ടിറങ്ങിപ്പോകുമ്പോൾ ധനം ഉപകാരപ്പെടുന്നില്ല, കൊണ്ടുപോകാനും ഒക്കുന്നില്ല.
കോടാനുകോടീശ്വരനായൊരു മനുഷ്യനും അന്ത്യയാത്ര വീട് വിട്ടിറങ്ങിപ്പോകുമ്പോൾ ശൂന്യമായ കരങ്ങളോടെയാണ് പോകുന്നത്. ഒന്നും കൊണ്ടുപോകാൻ കഴിയില്ല, വെറും കൈയോടെ പോകണം. അതാ പറഞ്ഞത്, അർത്ഥാ ഗൃഹേ നിവർത്തന്തേ, വീട്ടിൽ വെച്ചതിൻ്റെ ഉപയോഗം തീരും. ശ്മശാനേ പുത്രബാന്ധവ, പുത്രബന്ധുക്കളെ കൊണ്ടുള്ള ഉപകാരം ശ്മശാന ഭൂമി വരെ മാത്രം. അവിടുന്ന് അപ്പുറത്തേക്ക് അവരാരും കൂടെ പോരുകയില്ല. മാറത്തടിച്ചും തലമുടി പറിച്ചും വസ്ത്രം കീറിയും വാവിട്ട് നിലവിളിച്ചും വിതുമ്പിക്കരഞ്ഞുമൊക്കെ അവർ പെട്ടിക്ക് ചുറ്റും നിൽക്കും. ഒരു പിടി മണ്ണ് നെഞ്ചിലേക്കിട്ട് ടാറ്റ പറഞ്ഞ് പോകുകയല്ലാതെ ആരും കൂടെ കുഴിയിലേക്ക് ഇറങ്ങി ഒപ്പം പോരില്ല. പുത്രബന്ധുക്കളെ കൊണ്ടുള്ള ഉപയോഗം ശ്മശാന ഭൂമി വരെ മാത്രം. അതാ പറഞ്ഞത്, ശ്മശാനേ പുത്രബാന്ധവ. പിന്നെ പറഞ്ഞതാണ് നാം മനസ്സിലാക്കേണ്ടത്, സുഹൃതം ദുഷ്കൃതം ചൈവ. ഒരുവൻ ചെയ്തത് സൽകൃത്യങ്ങളാണെങ്കിലും ദുഷ്കൃത്യങ്ങളാണെങ്കിലും ഗച്ഛന്തമനു ഗച്ഛതി, നിത്യത മുഴുവൻ അവനെ അത് പിന്തുടരുമെന്ന്. അതാണ് വചനം പഠിപ്പിച്ചത്. അവൻ്റെ പ്രവൃത്തികൾ അവനെ പിന്തുടരും. പ്രവൃത്തികൾ പരിശോധിക്കുന്ന ഒരു നാൾ വരും. ഓർമ്മ വെച്ച നാൾ മുതൽ മരിച്ച നാൾ വരെ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ ചെയ്ത പ്രവർത്തികളൊക്കെ അന്ന് വെളിപ്പെട്ടു വരും. അതിനൊക്കെ പ്രതിഫലവുമുണ്ട്. നല്ലതാണെങ്കിൽ അതിന് തക്കവണ്ണം, തീയതാണെങ്കിൽ അതിന് തക്കവണ്ണം. നാം അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ വളരെ ജാഗ്രതയുള്ളവരാകേണ്ടതുണ്ട്. കർത്താവിൽ മരിക്കുന്ന മൃതന്മാർ ഭാഗ്യവാന്മാരെന്ന് പറയുമ്പോൾ ആ കർത്താവിൽ മരിക്കുന്ന ഭാഗ്യത്തിന് അവരുടെ ജീവിതത്തെ തന്നെ ഒരുക്കാൻ കഴിഞ്ഞിട്ടുണ്ടാകുമല്ലോ. അതുകൊണ്ട് ഇതുവരെ ജീവിതത്തിൽ ഒരുങ്ങേണ്ടതുപോലെ ഒരുങ്ങിയിട്ടില്ലെങ്കിൽ, ജീവിതം ക്രമപ്പെടുത്തേണ്ടതുപോലെ ക്രമപ്പെടുത്തിയിട്ടില്ലെങ്കിൽ ഇതൊരു നല്ല സന്ദർഭമാണെന്ന് തിരിച്ചറിയുക. പ്രായഭേദമില്ലാതെയാണ് മരണം ആരിലേക്കും കടന്നു കയറുന്നത്. ആർക്കും ഗ്യാരണ്ടിയില്ലല്ലോ ദൈവമക്കളെ. ആരും ഉറച്ചു നിൽക്കരുത്, എനിക്കിപ്പോഴൊന്നും സംഭവിക്കില്ലെന്ന് ഉറച്ചു നിൽക്കരുത്. മസിൽ പിടിക്കരുത്. ജാഗ്രതപ്പെടുക. എൻ്റെ ആയുസ്സിൽ എനിക്ക് കിട്ടുന്ന സന്ദർഭം ഞാൻ തക്കത്തിൽ ഉപയോഗിക്കണം. ഇത് നമുക്ക് ദൈവം തരുന്ന ഏറ്റവും അനുകൂലമായ ഒരു സന്ദർഭമാണ്. ഒരുങ്ങേണ്ടതുപോലെ ഒരുങ്ങാൻ, ജീവിതം ചിട്ടപ്പെടുത്തേണ്ടതുപോലെ ചിട്ടപ്പെടുത്താൻ. കർത്താവിൽ ജീവിക്കുന്നുവെന്നുറപ്പ് വരുത്തുക. സൽകൃത്യങ്ങളാണ് ചെയ്യുന്നതെന്നുറപ്പ് വരുത്തുക. കർത്താവിൽ നിന്ന് ദൂരെ അല്ലെന്നുറപ്പ് വരുത്തുക. ദുഷ്കൃത്യങ്ങൾ ജീവിതത്തിലില്ല എന്നുറപ്പ് വരുത്തുക. ആരുടേതെങ്കിലും കടം വാങ്ങിയിട്ട് കൊടുക്കാതെ ഉണ്ടെങ്കിൽ, മറ്റൊരാൾക്ക് അർഹതപ്പെട്ടത് അപഹരിച്ചോ തൻ്റെ അധികാരം ഉപയോഗിച്ചോ കൈവശം വെച്ച് അനുഭവിക്കുന്നുണ്ടെങ്കിൽ, അധ്വാനിച്ച കൂലിക്കാരന് കൂലി കൊടുക്കാതെ പിടിച്ചു വച്ചിട്ടുണ്ടെങ്കിൽ, ഏതെങ്കിലും ക്രമക്കേടോ അനീതിയോ ജീവിതത്തിലുണ്ടെങ്കിൽ, അർഹതയില്ലാത്ത കൈക്കൂലി വാങ്ങിയിട്ടുണ്ടെങ്കിൽ, കോഴ വാങ്ങി നീതി മറിച്ചു കളഞ്ഞിട്ടുണ്ടെങ്കിൽ, കോഴ കൊടുത്ത് നീതിക്ക് വില പറഞ്ഞിട്ടുണ്ടെങ്കിൽ, കള്ളക്കേസുമായി കോടതി കയറി ഇറങ്ങുന്നുണ്ടെങ്കിൽ, ചെയ്തികൾക്ക് കണക്ക് ബോധിപ്പിക്കേണ്ട പ്രതിഫലം പറ്റേണ്ട ഒരു നാളുണ്ടെന്ന് ഹൃദയത്തിൽ ഉറപ്പിച്ചു കൊള്ളണം. ദാനധർമ്മങ്ങൾ ചെയ്യുവാനും സാധുക്കളെ പോറ്റുവാനും പാവങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലുവാനും വിശുദ്ധ ജീവിതം നയിക്കുവാനും സുവിശേഷ വേലയിൽ ഉറ്റിരിപ്പാനും ദൈവവചനം ആഴത്തിൽ പഠിക്കുവാനും ആരാധനോന്മുഖമായി ജീവിതം നയിക്കുവാനും പരിശ്രമിക്കണം. അങ്ങനെ സൽക്കർമ്മങ്ങളാൽ കർത്താവിനെ പ്രസാദിപ്പിക്കുന്നവരായി കർത്താവിൽ ജീവിച്ച് കർത്താവിൽ മരിച്ച് ഭാഗ്യവാന്മാരുടെ പട്ടികയിൽ പേര് ചേർക്കണം. ഈ ധ്യാനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ജീവിതത്തെ ഒരുക്കുക, തെറ്റുണ്ടെങ്കിൽ തിരുത്തുക, കൃത്യതയോടെ ജീവിതത്തെ ചിട്ടപ്പെടുത്തുക. എല്ലാവരും ഭാഗ്യവാന്മാരായി തീരുവാൻ ദൈവം ഇടവരുത്തട്ടെ. അതിനായിട്ട് പ്രാർത്ഥിക്കുന്നു. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ പിതാവേ, അനുഗ്രഹീതമായ ഈ നല്ല സമയത്തിനായിട്ട് നന്ദിയോടെ സ്തോത്രം. ഞങ്ങളെ പാദപീഠത്തിലിരുത്തി വളരെ വ്യക്തമായി പഠിപ്പിച്ചല്ലോ. ക്രിസ്തുവിൽ മരിക്കുന്ന മൃതന്മാർ ഭാഗ്യവാന്മാർ. അവരവരുടെ പ്രയത്നങ്ങളിൽ നിന്ന് വിശ്രമിക്കേണ്ടതാകുന്നു. അവരുടെ പ്രവൃത്തികളോ അവരെ പിന്തുടരുമെന്ന് ഞങ്ങളെ പഠിപ്പിച്ചല്ലോ. ആ വേദഭാഗത്തെ അധികരിച്ച് ആഴമേറിയ ചില ചിന്തകളും ചില പ്രബോധനങ്ങളും ചില പരിജ്ഞാനങ്ങളും ഞങ്ങൾക്കിന്ന് പകർന്നു തന്നല്ലോ. കേട്ട വചനത്തോട് മത്സരിക്കുന്നവരും മറുതലിക്കുന്നവരുമായിട്ടല്ല,
ആ വചനങ്ങളെ ഹൃദയത്തിൽ സ്വീകരിക്കുന്നവരും സ്വാംശീകരിക്കുന്നവരും അംഗീകരിക്കുന്നവരുമായി തീരുവാൻ ഞങ്ങൾക്ക് ഭാഗ്യം തരുമാറാകണമേ. ഭാഗ്യവാന്മാർ ചേർക്കപ്പെടുന്ന നാളിൽ, ഭാഗ്യവാന്മാർക്ക് പ്രതിഫലം നൽകപ്പെടുന്ന നാളിൽ, ഭാഗ്യവാന്മാർ കർത്താവിനെ ആരാധിക്കാൻ ചേർക്കപ്പെടുന്ന നാളിൽ ഞങ്ങൾക്ക് ലജ്ജ വരാതിരിക്കേണ്ടതിന് കർത്താവെ തിരുമുഖത്ത് നോക്കി ഞങ്ങൾ ആനന്ദം കൊള്ളുവാൻ ഞങ്ങൾക്ക് ഭാഗ്യം തരുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് കേട്ട സന്ദേശം ഞങ്ങളുടെ ജീവിതത്തിൽ ആഴത്തിൽ സ്പർശിക്കട്ടെ. അത് ഞങ്ങളുടെ ജീവിതത്തെ അടിമുടി വ്യത്യാസപ്പെടുത്തട്ടെ. ഞങ്ങൾ വേണ്ടവണ്ണം ഒരുങ്ങട്ടെ. കൃപയാൽ ഞങ്ങളെ സഹായിക്കണം. കർത്താവെ, അവിടുന്ന് പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം. ഞങ്ങൾ നിനക്കും നിൻ്റെ പിതാവിനും പരിശുദ്ധാത്മാവിനും സ്തുതി സ്തോത്രങ്ങൾ അർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും തന്നെ. ആമേൻ. Testimony